ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിനാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു അടിപൊളി കീച്ചെയിൻ ചെയ്തെടുത്താലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസിനും ഹാർഡ്നറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 3:1 റേഷ്യോയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറിഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലായിട്ട് നമ്മുടെ റെസിൻ 3 പ്രാവശ്യം എടുക്കുക, പിന്നെ ഹാർഡ്നർ 1 പ്രാവശ്യം എടുക്കുക കേട്ടോ. ഒരു റെസിൻ്റെ ബോട്ടിലിൽ നിന്ന് ഞാനിങ്ങനെ അളന്നൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഹാർഡ്നറാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെസിനാർട്ടൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഞങ്ങൾ ഗ്ലൗസും മാസ്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മാത്രം ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ അതൊന്ന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അലർജി കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ മാസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ്. നമ്മൾ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസൊക്കെ വരും. അപ്പോൾ അങ്ങനെ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു ആൽഫബറ്റിൻ്റെ കീച്ചെയിനാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ലെറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ S എന്നുള്ള ലെറ്ററിലേക്കായിട്ട് കുറച്ച് റെസിൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കീച്ചെയിൻ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലെ ഗ്ലിറ്റേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കീച്ചെയിൻ ചെയ്യണമെന്ന് തോന്നിയത് നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊടിമരത്തിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചെറിയ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്കൊരു കീച്ചെയിൻ ചെയ്ത് നോക്കാം, നല്ല രസമായിരിക്കില്ലേ. അങ്ങനെ അവിടെ നിന്ന് 1-2 ഫ്ലവേഴ്സ് എടുത്തതാണ്. അത് നമ്മളിതേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ഒരു മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ ഒരു ലെറ്ററിൽ വെച്ച് കഴിഞ്ഞപ്പോഴും കുറച്ച് റെസിൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ I എന്നുള്ള ആ ഒരു ലെറ്ററിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കീച്ചെയിൻ സെറ്റ് ആവാനായിട്ട് 24 മണിക്കൂർ സമയമെടുക്കും. കുഞ്ഞപ്പൻ്റെ അടുത്തിരുന്നൊന്നും ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് ആ ഒരു ടേബിൾ എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. നമ്മൾ 2 പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുകളിലേക്കായിട്ട് ഞാനൊരു പാത്രമൊക്കെ വെച്ചിട്ടൊന്ന് മൂടി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞപ്പൻ അതൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നൊക്കെ. എന്നിട്ട് അവൻ അതുപോലെ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്തു. എന്തായാലും അത് ചെറിയ രീതിയിൽ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് അവനത് മാറ്റിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റെസിൻ ഇങ്ങനെ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽപ്പുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കത്രിക വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ അരം പോലെ നിൽപ്പുണ്ടാവും. അത് നമ്മളൊന്ന് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. റെസിനൊക്കെ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ 2 ലെറ്റേഴ്സും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കായിട്ട് നമുക്കൊരു ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മാത്രമേ ചെയിൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി കീ ചെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ പ്രിസർവ് ചെയ്യാൻ കൂടി പറ്റിയിട്ടുള്ളൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.